ജെ. ജെ ഫോർ ജാക്ക്. 7-നേക്കാൾ വലുത് ജാക്ക് അല്ല. അതെ അല്ല, 7 വലുത്. ഇപ്പടി എനിക്കാ. എല്ലാ പിടിയും നിനക്ക് തന്നെ. എടുത്തോ, ആളെ കൊല്ലാതെ. അച്ഛനും മോനും ഒന്ന് എഴുന്നേറ്റ് പല്ല് തേക്കണം. മണി 8 കഴിഞ്ഞു. ഇനി എപ്പോഴാ രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങുന്നത്? നമ്മുടെ വേലക്കാരി തമ്പുരാട്ടി ഇനി എത്തിയിട്ടില്ല. എല്ലാ ജോലിയും ഞാൻ ചെയ്തു കഴിയുമ്പോ ഒരു എഴുന്നള്ളത്തുണ്ട്. എന്തെങ്കിലും ഒരു കെട്ടുകഥയും പറയും. കിങ് ഓർ ക്വീൻ? കിങ് രാജാവ്, ക്വീൻ റാണി. രാജാവല്ലേ വലുത്? അല്ല, ക്വീനാ വലുത്. ക്വീൻ തന്നെയാ. സമ്മതിച്ചു, എടുത്തോ. എന്താ ചെയ്യ? രണ്ടുപേരും ഇവിടുന്ന് എഴുന്നേറ്റില്ലേ ഞാനിതെല്ലാം കൂടി വാരി തീയിലിടും. ക്വീൻ തന്നെയാ വലുത്, കണ്ടില്ലേ? റാണിയോട് തോറ്റുപോയണ്ടാവും പാവൻ രാജാവ് തൊപ്പിയിട്ട്. നേരെ വെളുത്താലൂടെ അച്ഛനും മോനും കൂടി തുടങ്ങിക്കോളും. കൊച്ചു പുസ്തകം നേരത്തെ നല്ല പഠിത്താ പഠിക്കുന്നത്. എടി മണ്ടി, ഇത് ഗാംബ്ലിങ്ങിന്റെ കാലമാ. ഞാനോ ഇങ്ങനെയായി. എന്റെ മോനെങ്കിലും രക്ഷപ്പെടട്ടെ. ചീട്ടുകളി, സ്വല്പം മദ്യപാനം, പിന്നെ സ്വല്പം മറ്റേത്, അടിപിടി, അങ്ങനെ അങ്ങനെ. ആർക്കറിയാം എന്റെ സുമതി, ചിലപ്പോ നാളെ നമ്മുടെ ഉണ്ണി ഈ നാടിന്റെ കണ്ണിലുണ്ണിയായി മാറും. എടാ, കുളിക്കാൻ വാ. ഇന്ന് കുളിക്കണ്ട, എനിക്ക് ഭയങ്കര ജലദോഷം. ഒരു ദോഷവും. അച്ഛനും മോനും ദേഹത്ത് വെള്ളം വീഴുന്ന ഇഷ്ടമല്ല. മര്യാദയ്ക്ക് വരുന്നുണ്ടോ നീ? എന്താണ് അത്ര ചിരിക്കാൻ? ചുമ്മാ അല്ലേ ചെറുക്കൻ ഇങ്ങനെ വഷളാവുന്നത്? എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കുന്നുണ്ടാ അവൻ അച്ഛന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്. അമ്മ അവന് വേലക്കാരിയല്ലേ? നല്ല അമ്മയും നല്ല ഭാര്യയും വേലക്കാരിയെ പോലെ വിനീതയായിരിക്കണം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഭർത്താവ് എന്ന് പറയുന്ന പേഷ്കാരനും വല്ലപ്പോഴും വീട്ടുവേലയൊക്കെ ചെയ്യാം. സത്യം സത്യമായി പറഞ്ഞാൽ ഞാൻ നിന്റെ മുമ്പിൽ വെറും വൃത്തിയനല്ലേ മോളെ? മമ്മി, ഒറ്റയായിട്ട് പിന്നണ്ട, ഇരട്ടിയായിട്ട് പിന്നാ മതി. പറയുന്നു കേക്ക് വെച്ചേ. ഒറ്റയായിട്ട് പിന്നെ നിനക്ക് ചേരുന്നത്. ഓ, ഈ മമ്മിക്ക് ഒരു ഫാഷനും അറിയില്ല. ആ ട്വിങ്കിളിന്റെ മമ്മിക്ക് എന്തെല്ലാം ടൈപ്പിലുള്ള ഹെയർ സ്റ്റൈൽസ് അറിയാവുന്നോ? അവക്കേ ബ്യൂട്ടി പാർലറിലെ ജോലി. നേരെ ഇരിക്കുന്നുണ്ടോ? ദേ, ഇവളോട് നടങ്ങിയിരിക്കാൻ പറഞ്ഞേ. രണ്ടായിട്ട് പിന്നാങ്കു മതി, അല്ലെങ്കിൽ ഞാൻ മുടി പറത്തിക്കൊണ്ട് പോയിക്കോളാം. SSLC പാസ്സാകുന്നവരെ എനിക്ക് മുടി പിന്നി തന്നിട്ടുള്ളത് എന്റെ അമ്മച്ചിയാ. ഒലക്ക പോലൊരു പിന്നലും പിന്നിട്ട് അറ്റത്തൊരു കുഞ്ചലവും കെട്ടി തൂക്കും. ഒരക്ഷരം ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. അറിയാമോ നിനക്ക്? ഞാൻ പറഞ്ഞത് വല്ല രീതിയും കേൾക്കുന്നുണ്ടോ? പിന്നെ കേട്ടില്ലേ? നിന്റെ അമ്മച്ചിയുടെ മുടിയുടെ കാര്യമല്ലേ? ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പരമങ്ങാനം പള്ളി വെച്ച്. ആ ചട്ടയം കൊണ്ടും കസവ് നേരിയതും ആ മുടി എല്ലാം കൂടെ ഒരു ഉഗ്രൻ സൈറ്റായിരുന്നു. ആ സാരിയുടെ ഡിസൈൻ കണ്ടോ? വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുന്നു. ബ്യൂട്ടിഫുൾ. മൈസൂർ സിൽക്കാണോ എൽസി അത്? പിന്നെ തുടച്ചാ മതി. അമ്പികെ, കുഞ്ഞ് കരയെന്ന് കേട്ടില്ല, അതിനൊന്നും എടുക്ക്. എനിക്ക് ഒരു സമയം ഒരു പണിയെ ചെയ്യാൻ പറ്റൂ. ആയിക്കോട്ടെ. ചിത്രേ, മോനെ ഒന്ന് എടുക്കൂ പ്ലീസ്. കുപ്പി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ബാബു, അമ്പികെ, കുഞ്ഞിന് മേൽക്ക് കൊടുക്കൂ. ഞാൻ പാത്രം തേക്കാം. അയ്യോ മോനെ മോനെ, ഇത് അച്ഛൻ വരുന്നോടാ, അച്ഛൻ വരുന്നോടാ. കരിയല്ലേ കരിയല്ലേ ചപ്പല കുട്ടാ. ചിത്ര, നിനക്ക് കുഞ്ഞിനെ ഒന്ന് എടുത്തൂടെ? എനിക്ക് കുളിക്കണ്ടേ? ഞാൻ ഡ്രസ് ചെയ്ത് കഴിഞ്ഞില്ല ഡാർലിംഗ്. അരെ ബാബ്രേ, മോന്റെ ദേഹം മുഴുവൻ ഗോതമ്പ് പൊടിയാണല്ലോ. യു വാഷ് ഹിം. എന്റെ പൊന്നു ചിത്ര, ഈ വീട്ടിലെ സർവ്വജോലിയും ഞാൻ നോക്കിക്കോളാം. ഈ കുഞ്ഞിന്റെ കാര്യവും ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിന്റെ ഈ ബഹുഭാഷാവാദം ഒന്ന് നിർത്തുമോ? അയ്യോ, ചപ്പാത്തി കരിഞ്ഞല്ലോ. എന്റെ ദൈവം, ചപ്പാത്തി കരിയുണ്ടല്ലോ അഹങ്കാരി. ഒച്ചത്തിൽ സംസാരിക്കരുത്, പറഞ്ഞേക്കാം. എന്താടി പറഞ്ഞത്? ഒരു വേലക്കാരി പെണ്ണിനെ ഇത്ര ധിക്കാരം പാടില്ല. ടു മച്ച്. വേലക്കാരികളെന്ന് പറഞ്ഞൊരു ജാതിയില്ല. എന്റെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നു. നാളെ ഞാൻ പണക്കാരിയായി ചിലപ്പോ നിങ്ങൾ എന്റെ വീട്ടിൽ വേലയ്ക്ക് നിർത്തിയെന്നിരിക്കും. ഓ മൈ ഗോഡ്, ഇടയ്ക്ക് വഴിയാ ഇവളെ മേയ്ക്കാൻ. ഞാൻ പോകുന്നു. സുനിയെ, ചപ്പാത്തി തിന്നാതെയാണോ പോകുന്നത്? എല്ലാ ദിവസവും നശിച്ച ചപ്പാത്തി. Why can't you make something else? അറിയും മുഴുവൻ അരയ്ക്കാൻ വയ്യെങ്കിൽ മില്ലിൽ കൊടുത്ത് അരപ്പിക്കണം. അരേ, കുച്ച് ടേസ്റ്റി ഫുഡ് ബനാओ. നിന്നെ പോലെ ഞാനും ഒരു ബാങ്കിലാ ജോലി ചെയ്യുന്നത്. 10 മണിക്ക് എനിക്ക് കൗണ്ടറിൽ ഇരിക്കണം. ടേസ്റ്റി ഫുഡ് ബനാവോ? നിങ്ങളുടെ ബാങ്ക് ഷെഡ്യൂൾ ബാങ്ക് അല്ലേ? B ഗ്രേഡ്. ഒരു ചെട്ടി കമ്പനിയുടെ വിലയേതുന്നുള്ളൂ. ഞാൻ ജോലി ചെയ്യുന്നത് നാഷണലൈസ് ബാങ്കിലാ.
समझा നിന്റെ ബാങ്ക് മാത്രമല്ല നീ നാഷണലൈസ്ഡാ. क्या बोला ഒരു നാഷണലൈസ്ഡ് അല്ല പേഴ്സണൽ പ്രോബ്ലം പോലെ. എന്റെ കുട്ടി നീ കുഞ്ഞിനെ ഒന്നെടുക്കും, മണി 9 അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കണം, സ്നേഹമായിട്ട്. അതാ എനിക്കിഷ്ടം. നിങ്ങളുടെ കാലം നിങ്ങളുടെ ഭരണം. ഞാൻ വേണേ നിനക്ക് കുറച്ച് ഏത്ത് വിട്ടു തരാം. ഇന്നിനിപ്പോ കുളിയും ജപവും നടക്കില്ല, ഇപ്പോഴേ ലേറ്റ. സോറി സർ, ഓവർ ഡ്രാഫ്റ്റിന്റെ കാര്യം നടക്കില്ല. എനിക്ക് അതിനുള്ള പവേഴ്സ് ഇല്ല. നോ, എക്സ്ക്യൂസ് മീ. അതെ, എല്ലാം സ്ക്വീസ് ചെയ്തിരിക്കുകയാണ്. എന്താ ഈ ചെക്ക് തരൂ, തന്നോളൂ, ഞാൻ ശരിയാക്കി തരാം. ഈ ചെക്കൊന്ന് എൻ്റെ ടോക്കൺ കൊടുക്കും. എന്താ ഇത്ര ധൃതി? അവര് ക്യൂവിൽ നിൽക്കട്ടെ. ലേഡീസ് അല്ലേ കാത്തുന്ന, പുറത്തുനിന്ന് വന്നവരാണെന്ന് തോന്നുന്നു. പ്ലീസ് ഹെൽപ്പ്. ജെയിംസ് സാർ ഇവിടെ അക്കൗണ്ടന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ലേഡീസ് കസ്റ്റമേഴ്സിന് കുശാല്. ഗുഡ് മോർണിംഗ്. ടോക്കൺ മേടിച്ചവർ അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഐ എം സോറി സർ. രാവിലെ എഴുന്നേറ്റപ്പോ 105 ഡിഗ്രി. എന്തോന്ന്? മോന് പനി. പിന്നെ അവനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. പനി മാറാൻ ഒരു മരുന്ന്, പിന്നെ വേറൊരു മരുന്ന്, ഒന്നും പറയണ്ട. ഏത് ഡോക്ടർ? അത് പിന്നെ ഡോക്ടർ ചിദംബരം. ചിദംബരം ഇന്നലെ വൈകിട്ട് തൃശ്ശൂർ പോയി. വളി പഠിക്കാതെ പോയി ജോലി നോക്കുക ഗൗതമ. ഈ പണം ഒന്ന് എണ്ണി എടുക്കണം സാർ, എനിക്ക് ചെക്ക് മീറ്റ് ചെയ്യാനുള്ള. എനിക്ക് 2 കൈയേ ഉള്ളൂ, ഒന്നുകിൽ റെസിപ്റ്റ് അല്ലെ പേയ്മെന്റ്. ഒന്ന് മാറിയെന്നേ, തരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. എന്റെ പേര് രേണുക, മിസ്സസ് രേണുക നായർ. ഇന്നലെ ഫോൺ ചെയ്തിരുന്നല്ലോ അല്ലേ? ഞാനിവിടെ അടുത്താണ് താമസം. ഇവിടെ സേഫ്റ്റി ലോക്കർ ഒഴിവുണ്ടെന്ന് കേട്ടു. എനിക്കൊരു ലോക്കർ വേണമായിരുന്നു. ഇവിടെ അക്കൗണ്ട് ഉള്ളവർക്ക് ഞങ്ങൾ ലോക്കർ കൊടുക്കാറുള്ളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ്. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഏത് ബാങ്കിലാണ് ഇപ്പൊ അക്കൗണ്ട് ഉള്ളത്? കനറ ബാങ്കിൽ. ആ. അങ്ങ് ബാംഗ്ലൂരിലാണ്. എന്റെ ഹസ്ബൻഡിന്റെ ഫാക്ടറിയും മറ്റും അവിടെയാണുള്ളത്. ഹീസ് നോ മോർ. ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. സാർ, ആ SB അക്കൗണ്ടിന്റെ ഒരു ഓപ്പണിംഗ് ഫോം കൊണ്ടുവരും. ശരി സാർ. എക്സ്ക്യൂസ് മീ, ഈ പേപ്പർ ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യണ്ടേ? വേണം. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ? അതെ, എന്നാലും ഇവർക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ ലോക്കർ ഡീറ്റെയിൽസും കൊടുക്കൂ. മിസ്റ്റർ ജെയിംസ്, അക്കൗണ്ടന്റ് ആണ്. Hello. ഹീൽ ഹെൽപ്പ് യു. പ്ലീസ് കം വിത്ത് മീ. എന്റെ ഓർണമെന്റ്സ് നാളെ തന്നെ ലോക്കറിൽ വെക്കണമെന്നുണ്ട്. അതിനെന്താ, കൊണ്ടുവന്നോളൂ. താങ്ക് യു. മാനേജർ ഹിയർ. അതെ, ആ പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടുവരൂ, നോക്കാം. ചില്ലറ ഒന്ന് വേണ്ട സാറേ. ചിലർ അടിച്ചോണ്ടിരിക്കുക. വൈകുന്നേരം വാ. ദാ, ഇവിടെ ഒപ്പിടണം. രണ്ട് സ്പെസിമെൻ സിഗ്നേച്ചർ വേണം. ഒരാൾ റെക്കമെൻഡ് ചെയ്യണം. സാരമില്ല, ഞാൻ തന്നെ ചെയ്യാം. മുഴുവൻ എമൗണ്ട് വേണമെന്നോ? ഓക്കെ.
പുണർദം പൂയം ആയില്യം 18-ാം തീയതി മകം. അതിനെന്താ? സ്വന്തം അച്ഛന്റെ കാര്യമായിരുന്നെങ്കിൽ പഞ്ചാംഗം എന്റെ കൈ കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലാക്കിയെന്നെ. എന്റെ അച്ഛന്റെ കാര്യമാവുമ്പോ കാര്യം പറ സുമതി. 18-ാം തീയതി അച്ഛന്റെ പിറന്നാള്. ഇത് സാധാരണ പിറന്നാളല്ല, ഷഷ്ടിപൂർത്തിയാ. അച്ഛനെല്ലാം ഞാനാണെന്നറിയാലോ. അതിനെന്താ, ഷഷ്ടി പൂർത്തി നമുക്ക് കേമമാക്കി കളയാം. 17-ാം തീയതിയെ നമുക്ക് വീട്ടിലെത്താം, പോരെ? അച്ഛൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്തു കൊടുക്കണം? അച്ഛൻ വലിയ ഭക്തനല്ലേ. ചെറിയ രുദ്രാക്ഷത്തിൽ സ്വർണം കിട്ടിയ ഒരു മാലയായാലെന്താ? ഒരു 4 പവനെങ്കിലും മതി. പവന് വില എന്താണെന്നറിയാവോ? 4 പവന് പണിക്കൂലി അടക്കം 12,000 രൂപയെങ്കിലും ആവും. നമ്മൾ 10 പൈസ ചെലവാക്കണ്ട. ഞാൻ എന്റെ ഒരു മാല അഴിച്ചു പണിതോളാം. അച്ഛാ, എഴുതി എഴുതി എന്റെ കൈ കഴിക്കുന്നു. വാ, നമുക്ക് കളിക്കാം. ഉണ്ണി, അത് മുഴുവൻ എഴുതാതെ അവിടെ നിന്ന് എഴുന്നേറ്റാ നിന്റെ തൊട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ പോയിക്കോട്ടെ ചേച്ചി. ഇനി ഇരുട്ടി അയാളെന്നെ വീട്ടിൽ കയറ്റത്തില്ല. തങ്കപ്പൻ ഇപ്പോഴും നിന്നെ തല്ലൂ. എന്റെ എല്ല് മുഴുവൻ നുറുങ്ങിയിരിക്കുക ചേച്ചി. അടി കൊള്ളാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും എന്റെ ശരീരത്തിലില്ല. ചിലപ്പോ വല്ലതും തിന്നെന്ന് ചത്തുകളയാമെന്ന് വിചാരിക്കും. എന്ത് ചെയ്യാം, 2 പെറ്റുപോയില്ലയോ. അവത്തുങ്ങളുടെ മുഖം കാണുമ്പോ ചാകാനും മനസ്സ് വരത്തില്ല. ശരി, നീ പൊയ്ക്കോ. എന്റേതും നിന്റേതും എന്ന വ്യത്യാസം അച്ഛനമ്മമാരുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ പരിഭവം? ഞാൻ നാളെ തന്നെ ജെയിംസിനോട് പറയാം. ആഭരണങ്ങളുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്.